ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. എങ്ങനെ ഞങ്ങൾ നിരോധിക്കുക? രാഷ്ട്രീയ പ്രവർത്തനം മൗലികമായ ഒരു പൗരന്റെ അവകാശമല്ലേ? ഞാൻ 15ാം വയസ്സിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമാണ്. ഇതെന്റെ രക്തത്തിൽ അലിഞ്ഞേർന്നതാണ്. എനിക്കെങ്ങനെ രാഷ്ട്രീയ പാർട്ടി നടത്താൻ പറ്റും? ഞങ്ങൾ ഈ SDPI വിവിധ രാഷ്ട്രീയങ്ങൾ കുറച്ച് ആളുകൾ ഇതിലുള്ളത്. ഞങ്ങൾ 2009 SDPI രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് മുസ്ലിം ലീഗില്, കോൺഗ്രസില്, CPM ല്, DYFI ഒക്കെ പ്രവർത്തിച്ച വിവിധ തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നടത്തി ശീലിച്ച പരിചയസമ്പന്നര ആളുകളാണ് പിന്നിൽ വരുന്നത്. അവരൊരു പുതിയ ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ വെച്ചുകൊണ്ട് ചില നിലപാടുകൾ കൃത്യമായി BJP ഫാസിസ്റ്റ് സമീപത്തിലെ നിലപാട് സ്വീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, പല രാഷ്ട്രീയ കക്ഷികളിലും ഭീമമായ അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, അവരുടെ മൊറാലിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു നല്ല സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയിലേക്ക് വിവിധ ആളുകൾ വന്നത്. അതില് PF-മായി യാതൊരു ബന്ധമായി കഴിക്കുന്നില്ല. പോപ്പുലർ ഫണ്ട് സാധനം ഇപ്പോഴില്ലല്ലോ. മുമ്പ് പോപ്പുലർ ഫണ്ട് ഉണ്ടായിരുന്ന കാലത്ത് പോപ്പുലർ ഫണ്ട് ആളുകളിലുണ്ട്. അത് പോപ്പുലർ ഫണ്ട് മാത്രം ഞാൻ പറഞ്ഞല്ലോ. എന്റെയൊക്കെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് മുസ്ലിം ലീഗാണ്. ഞാൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജില്ലാതല ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. DYFI ആളുകളുണ്ട്. ഞങ്ങളുടെ ജോർജ് CPM പശ്ചാത്തലമുള്ള ആളാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് തുളസൻ പള്ളിക്കൽ ദളിത് പ്രസ്ഥാനങ്ങളുമായി അങ്ങേറ്റ ബന്ധമുള്ള, അതോടൊപ്പം തന്നെ ഒരു സമയത്ത് SFI ഉണ്ടായിരുന്നു, BSP-യുമായി സഹകരിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങൾ ആളുകളുണ്ട്. ആ കാലത്ത് PFI ഉണ്ടായിരുന്ന ആളുകൾ ഇതിലുണ്ടാവും, സ്വാഭാവികമല്ലേ? PFI ഇവിടെ അന്ന് PFI 2002 നിരോധിച്ചത്. നിരോധിച്ച കാലത്തിന് മുമ്പ് അത് നിരോധിത സംഘടന അല്ല. ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി വ്യവസ്ഥാപകമായി കുറച്ച് സംഘടനയിലുള്ള ആളുകൾ ഉണ്ടാവുന്നതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ പൗരന്മാരായ, ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന, ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാർക്കും, ആണായാലും പെണ്ണായാലും, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ മതപരമായ യാതൊരുവിധ വിഭാഗീയത ചിന്തയുടെ അതില് ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, സിഖുകാർ വരെ ഉണ്ട്. ഞങ്ങൾ പഞ്ചാബിൽ വരെ ഞങ്ങൾക്ക് സംവിധാനമുണ്ട്. എല്ലാവരും ഉണ്ട്. എന്തിന്റെ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഈ നേതാക്കന്മാരാണ് ED എന്നുള്ള പുതിയ ടൂളാണ് ജയിലുകൾക്കും അറസ്റ്റുകൾക്കും വിധേയമാകാത്തത്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാജി അടക്കം ഈ രാജ്യത്തിന്റെ ജയിലുകൾ കിടന്നിട്ടില്ലേ? എല്ലാ പാർട്ടികളും ഇവിടെ CPM ഒരു കാലത്ത് CPM നേതാക്കന്മാരെ പൊളിച്ചിടുന്ന കാലം ഉണ്ടായിരുന്നു. അത് നിരോധിച്ചിട്ടുണ്ട് അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടുണ്ട്. എല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്. നായനാരുടെ ജയിലിലൊക്കെ കാലയളവിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അപ്പോ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്നതിനെ പറ്റിയുള്ള പോരാട്ടത്തിൽ നിലകൊള്ളുന്ന സന്ദർഭങ്ങളിൽ അറസ്റ്റൊക്കെ വരും. അത് സ്വാഭാവികം. എങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക ഇടപാട് അത് ഞാൻ പറഞ്ഞു. ഞങ്ങൾ IT-ക്ക് കൊടുക്കുന്ന രേഖകളുണ്ട്. ഞങ്ങൾ IT ഡിപ്പാർട്ട്മെന്റിന് എല്ലാ വർഷവും ഞങ്ങൾ റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കളക്ഷൻ മൊത്തം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ രേഖകളുണ്ടാവും. അത് നമ്മുടെ പാർട്ടി ഇപ്പോ എന്താ പറയാ, വഖഫ് സംരക്ഷണ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് കൊടുത്ത രേഖയുണ്ട്. അതിനു മുമ്പ് നടത്തിയ വിവിധങ്ങളായ കേരള സർക്കാരിനെതിരെ അവർ നടത്തിയ വിവിധങ്ങളായ തെറ്റായ ശ്രമങ്ങൾക്കെതിരെ നടത്തിയ ലഘുലേഖകളുണ്ട്. പാർട്ടി യഥാസമയം ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലഘുലേഖകൾ ഇറക്കും, ബ്രോഷറുകൾ ഇറക്കും, പൊതുയോഗം നടത്തും. എന്തൊക്കെ വേണ്ട അതൊക്കെ അവിടെ വേണമല്ലോ. ഇത് രഹസ്യമല്ലോ. ഞങ്ങൾ പരസ്യമായി കൊടുത്ത സാധനങ്ങളുടെ കോപ്പിയൊക്കെ ഞങ്ങൾ ഓഫീസിൽ വേണം നിർബന്ധമായി.